വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് എന്നുള്ളത് റൊമാൻറ്റിക് പീരീഡിലെ പൊളിറ്റിക്സ്, പവർ ഐഡിയോളജീസ് ആൻഡ് ദ സ്ലേവ് ട്രേഡ് ആൻഡ് അബോളിഷനിസം എന്ന ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു രണ്ട് ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. റൊമാൻറ്റിക് പീരീഡിൽ പൊളിറ്റിക്സും പവർ ഐഡിയോളജീസും ക്യാരക്ടറൈസ് ചെയ്യുന്നുള്ളത് ബൈ എ ഷിഫ്റ്റ് അവേ ഫ്രം എൻലൈറ്റ്മെൻറ്റ് റാഷണലിസം ടുവേർഡ്സ് എംബസൈസ് ചെയ്യുന്നുള്ളത് ഇൻഡിവിജ്വൽ ഫ്രീഡം, ഇമോഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് നാച്ചർ ആൻഡ് ദ പാസ്റ്റ്. പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് കോൾസ് ഫോർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ റിഫോം ആസ് വെൽ ആസ് റൊമാൻറ്റിക്സ് റിയാക്ട് ചെയ്യുന്നുള്ളത് എൻലൈറ്റ്മെൻറ്റ്സ് എംബസൈസ് ഓൺ റീസൺ ആൻഡ് സയൻറ്റിഫിക് പ്രോഗ്രസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. ഇൻസ്റ്റഡ് വാല്യൂയിങ് ഇൻഡ്യൂഷനും ഇമോഷനും ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിനൊക്കെ വാല്യൂ ചെയ്യുന്നതിന് പകരം സയൻറ്റിഫിക് പ്രോഗ്രസ്സിനും റീസണും എംബസൈസ് ചെയ്യുന്നുള്ള എൻലൈറ്റ്മെൻറ്റിന് എതിരായിട്ടുള്ള റിയാക്ഷനാണ് റൊമാൻറ്റിക്സ് നൽകുന്നുള്ളത്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും ഫ്രീഡത്തിനൊക്കെ എംബസൈസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റൊമാൻറ്റിസിസം. സെലിബ്രേറ്റഡ് ദ ഇൻഡിവിജ്വൽ, ദ യുണീക്ക് എക്സ്പീരിയൻസ് ആൻഡ് ദ റൈറ്റ് ടു ഫ്രീഡം ബോത്ത് പൊളിറ്റിക്കലി ആൻഡ് സ്പിരിച്വലി. മെനി റൊമാൻറ്റിക്സ് വർ ഇൻസ്പയർഡ് ബൈ ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ തന്നെ ഒപ്രസ്സറും പൂറായിട്ടുള്ള ആൾക്കാരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവകാശപ്പെടുന്നുണ്ട്. റൊമാൻറ്റിസിസം ഫോസ്റ്റർ ചെയ്യുന്നുള്ളത് എ സെൻസ് ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി ആൻഡ് പ്രൈഡ്. പലപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നുള്ളത് ത്രോ എ ഫോക്കസ് ഓൺ ഫോക്ക് ട്രഡീഷൻസ്, ലാംഗ്വേജസ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. റൊമാൻറ്റിക്സ് പലപ്പോഴും വ്യൂ ചെയ്യുന്നുള്ളത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനും അർബണൈസേഷനും ഓഫ് ദ ഇറ വിത്ത് ക്രിട്ടിക്കൽ ഐയോട് കൂടിയാണ് ഇതിൻ്റെയൊക്കെ പെട്ടെന്നുള്ള വളർച്ചയെ കാണുന്നുള്ളത്. റൊമാൻറ്റിക്സ് സേ ചെയ്യുന്നുള്ളത് ആർട്ടിസ്റ്റ് ആൻഡ് പോയറ്റ്സ് ആസ് എ കൾച്ചറൽ ലീഡേഴ്സ്. ഈ ഒരു ആർട്ടിസ്റ്റും പോയറ്റ്സൊക്കെ കൾച്ചറൽ ലീഡേഴ്സായിട്ടാണ് റൊമാൻറ്റിക്സ് കാണുന്നുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച് ഇൻസ്പയർ ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ളവരാണ് ഈ ഒരു ആർട്ടിസ്റ്റും പോയറ്റ്സ് എന്നാണ് ഈ ഒരു റൊമാൻറ്റിക്സ് പറയുന്നുള്ളത്. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ സെർവ് ചെയ്യുന്നുള്ളത് ആസ് എ മേജർ ഇൻസ്പിറേഷൻ ഫോർ മെനി റൊമാൻറ്റിക് റൈറ്റേഴ്സ്. ഒരുപാട് റൊമാൻറ്റിക് റൈറ്റേഴ്സിനുള്ള ഒരു ഇൻസ്പിറേഷൻ കൂടി ആയിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ സെർവ് ചെയ്യുന്നുള്ളത്. റൊമാൻറ്റിക് റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സിന് കൂടിയിട്ടുള്ള ഒരു മേജർ ഇൻസ്പിറേഷനായിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ സെർവ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ വൂസേ ഇറ്റ് ആസ് എ സിമ്പിൾ ഓഫ് ഫ്രീഡം. ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളത് സിമ്പിൾ ഓഫ് ഫ്രീഡം ആൻഡ് റെവല്യൂഷൻ ആയിട്ട് കാണുന്നുള്ള റൊമാൻറ്റിക് റൈറ്റേഴ്സിൻ്റെയും തിങ്കേഴ്സിൻ്റെയും ഇൻസ്പിറേഷൻ കൂടിയാണ് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളത്. നാച്ചർ എന്നുള്ളത് റൊമാൻറ്റിക് ആർട്ടും ലിറ്ററേച്ചറിലുള്ള സെൻട്രൽ തീമാണ്. സീൻ ആസ് എ സോഴ്സ് ഓഫ് ബ്യൂട്ടി, ഇൻസ്പിറേഷൻ ആൻഡ് സ്പിരിച്വൽ റിന്യൂവൽ. സം റൊമാൻറ്റിക്സ് എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് മിസ്റ്റിക്കലും സൂപ്പർ നാച്ചുറൽ തീംസാണ്. റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് എ ഡിസയർ ടു ഡെൽ ബിയോണ്ട് ദ കോൺഫൈൻസ് ഓഫ് റീസൺ ആൻഡ് സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്. ഇൻ സം റൊമാൻറ്റിക് സർക്കിൾസിൽ പോയറ്റ്സ് വർ സീൻ ആസ് പ്രോഫറ്റ്സ് ഓർ സ്പിരിച്വൽ ലീഡേഴ്സ്. പോയറ്റ്സിനെ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡേഴ്സായിട്ടാണ് കാണുന്നുള്ളത്. കാപ്പബിൾ ഓഫ് ഗൈഡിങ് ദർ നാഷൻസ്. അവരുടെ നാഷൻസിനെ ഫ്രീഡത്തിനും ഇൻഡിപെൻഡൻസിനും നേരായിട്ട് അവരുടെ നാഷൻസിനെ ഗൈഡ് ചെയ്യാനുള്ള കാപ്പബിൾ ആർക്കുണ്ടെന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു പോയറ്റ്സിന്, റൊമാൻറ്റിക് പോയറ്റ്സിന് ഉണ്ട് എന്നാണ് പറയുന്നുള്ളത്. ഇസൈ ബെർലിൻസ് ബുക്ക് പൊളിറ്റിക്കൽ ഐഡിയാസ് എന്നുള്ളത്, പൊളിറ്റിക്കൽ ഐഡിയാസ് ഇൻ ദ റൊമാൻറ്റിക് ഏജ് എന്നുള്ള ആ ഒരു ബുക്കിൽ വാദിക്കുന്നുള്ളത് 1760 മുതൽ 1830 വരെയുള്ള സമയത്തെ പൊളിറ്റിക്കൽ ഐഡിയാസ് എന്നുള്ളത് ഇന്നും റിലവൻ്റ് ആണ്, സ്റ്റിൽ റിലവൻറ്റ് ടുഡേ എന്നാണ് ആ ഒരു പുസ്തകത്തിൽ വാദിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ദ എൻഡ്യൂറിങ് ഇൻഫ്ലുവൻസ് ഓഫ് റൊമാൻറ്റിക് പൊളിറ്റിക്കൽ തിങ്കിങ്. സം സ്കോളേഴ്സ് വാദിക്കുന്നുള്ളത് ദാറ്റ് റൊമാൻറ്റിസിസം എന്നുള്ളത് ഡീപ്ലി ഇൻ്റർവെൻഡ് വിത്ത് സോഷ്യൽ കോൺട്രാക്ട് ഫിലോസഫി. അതുപോലെ തന്നെ ആൻഡ് ആൻ എമർജിങ് പൊളിറ്റിക്കൽ വൊക്കാബുലറി വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു എ ലിറ്റററി വൊക്കാബുലറി. പോയട്രി എന്നുള്ളത് പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ എക്സ്പ്രസിങ് പൊളിറ്റിക്കൽ ഐഡിയാസ്. പൊളിറ്റിക്കൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റോളാണ് പോയട്രിക്ക് ഉള്ളത്. ആൻഡ് ഇൻസ്പയറിങ് സോഷ്യൽ ചേഞ്ച് ഡ്യൂറിങ് ദ റൊമാൻറ്റിക് പീരീഡ്. വിത്ത് പോയറ്റ്സ് ലൈക്ക് ഷെല്ലി ആൻഡ് വേർഡ്സ്വർത്ത് യൂസ് ചെയ്യുന്നുള്ളത് ദർ വർക്ക് ടു അഡ്രസ്. അവരവരുടെ വർക്കിൽ യൂസ് ചെയ്യുന്നുള്ള കാര്യം എന്നുള്ളത് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസാണ് അവരുടെ വർക്കിലൊക്കെ അവർ അഡ്രസ്സ് ചെയ്യുന്നുള്ളത്. ഡ്യൂറിങ് ദ റൊമാൻറ്റിക് പീരീഡിൽ സ്ലേവ് ട്രേഡ് ആൻഡ് അബോളിഷനിസം എന്നുള്ളത് ഒരു സെൻട്രൽ ഇഷ്യൂസ് ആയിരുന്നു. ആ ഒരു വിത്ത് ദ മൂവ്മെൻറ്റ്, ഈ ഒരു മൂവ്മെൻറ്റ് സ്ലേവറിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. ഈ ഒരു മൂവ്മെൻറ്റ് കാരണമായിട്ട്
ബ്രിട്ടനിൽ സ്ലേവറി എപ്പോഴാണ് അബോലിഷ് ചെയ്തിട്ടുള്ളത്? 1780 അതുപോലെ തന്നെ അത് കണ്ടിന്യൂ ആയി ചെയ്ത് 1830 ആകുമ്പോഴത്തേക്കും ബ്രിട്ടനിലുള്ള സ്ലേവറി അബോലിഷൻ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സ്ലേവറി ഇല്ലാതാക്കിയിട്ടുണ്ട്. എൻഡ് ഓഫ് സ്ലേവറി ബ്രിട്ടനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.